Morning all. Today let us discuss a new topic which is called synchronous optical network. It is also known as Sonet. So Sonet is basically a standard for transmission of digital data over optical fiber. Okay, optical fiber കൂടെ നമ്മളൊരു ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സ്റ്റാൻഡേർഡാണ്. So why we require this standard? What is the requirement for such standard? So standards are actually required for specifying the configuration of a system or a communication network. അപ്പോൾ ഒപ്റ്റിക്കൽ ഫൈബറിൽ കൂടെ എത്ര സ്പീഡിൽ ട്രാൻസ്മിറ്റ് ചെയ്യണം, അതിൻ്റെ ബാൻഡ് വിഡ്ത്ത് എത്ര വരണം, അങ്ങനെയുള്ള കോൺഫിഗറേഷൻസ് എല്ലാം ഈ പറയുന്ന സ്റ്റാൻഡേർഡ്സിൽ ഡിഫൈൻഡ് ആണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്റ്റാൻഡേർഡ്സുകൾ പറയുന്നത്. അപ്പോൾ സോണറ്റ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു സ്റ്റാൻഡേർഡാണ്. ഒപ്റ്റിക്കൽ ഫൈബറിൽ കൂടെ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സ്റ്റാൻഡേർഡാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യമാണ് ഇതിൽ പറയുന്നത്. ഇറ്റ് ഈസ് എ സ്റ്റാൻഡേർഡ് ഫോർ ട്രാൻസ്മിഷൻ ഓഫ് ഡാറ്റ ഓവർ ഒപ്റ്റിക്കൽ ഫൈബേഴ്സ്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ബൈ ANSI സ്റ്റാൻഡേർഡ് എന്നാണ് ഇതിന് പറയുന്നത്. ANSI എന്ന് പറയുന്നത് ഈസ് എൻ ഓർഗനൈസേഷൻ ദാറ്റ് ഈസ് ആക്ച്വലി ഇംപ്ലിമെൻറ്റിംഗ് ദി സ്റ്റാൻഡേർഡ്. ഈ സ്റ്റാൻഡേർഡ് കൊണ്ടുവന്നത് ഈ പറഞ്ഞ ANSI എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനാണ്. ANSI. ഓക്കെ, അമേരിക്കൻ നാഷണൽ സ്റ്റാൻഡേർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓക്കെ, ഇതുപോലെ വേറൊരു ഓർഗനൈസേഷനും ഈ സ്റ്റാൻഡേർഡ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആ ഓർഗനൈസേഷനാണ് ITUT, ഇൻ്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ യൂണിയൻ. ഓക്കെ, ഇൻ്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ യൂണിയനും ഈ സോണറ്റിന് വേറൊരു സ്റ്റാൻഡേർഡ് പറഞ്ഞിട്ടുണ്ട്. അവർ ഡിഫൈൻ ചെയ്തേക്കുന്ന സ്റ്റാൻഡേർഡിൻ്റെ പേരാണ് സിങ്ക്രണസ് ഡിജിറ്റൽ ഹൈറാർക്കി. ഓക്കെ, അപ്പോൾ SDH, വാട്ട് ഡു യു മീൻ ബൈ SDH? SDH ഈസ് നത്തിങ് ബട്ട് ദ സെയിം സ്റ്റാൻഡേർഡ്, Sonet standard defined by another organization which is ITU, International Telecommunication Union, is called SDH. Okay, so SDH is another standard defined by the International Telecommunication Union. Okay, now let us see the architecture of a Sonet. The Sonet architecture is actually classified into three: signal, device and connection. Okay, let us discuss each one of it in detail. Signals. Sonet defines a hierarchy of electrical signal levels called synchronous transport signals. അപ്പം ഈ സോണറ്റിൽ നമുക്ക് ഈ പറഞ്ഞ ഇലക്ട്രിക്കൽ സിഗ്നലിനെ കൺവേർട്ട് ചെയ്ത് ഒപ്റ്റിക്കൽ ഫൈബർ ആക്കിയാണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇലക്ട്രിക്കൽ സിഗ്നൽസ്, ഇൻപുട്ട് കൊടുക്കുന്ന ഇലക്ട്രിക്കൽ സിഗ്നൽസിന് നമുക്ക് കുറേ സ്റ്റാൻഡേർഡ്സ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, കുറേ ലെവൽസ് പറഞ്ഞിട്ടുണ്ട്. ആ ലെവൽസിനെയാണ് നമ്മൾ സിങ്ക്രണസ് ട്രാൻസ്പോർട്ട് സിഗ്നൽസ് എന്ന് പറയുന്നത്, STS. അപ്പോൾ STS ലെവൽസ് ഈസ് റേഞ്ചിങ് ഫ്രം STS 1 to 192. സപ്പോർട്ട്സ് സർട്ടൺ ഡാറ്റ റേറ്റ്, സ്പെസിഫൈഡ് മെഗാബിറ്റ്സ് പെർ സെക്കൻഡ്, സ്പീഡ് ആൻഡ് സോ ഓൺ. ഓക്കെ, അപ്പം ദിസ് സിഗ്നൽ ആക്ച്വലി ഡിഫൈൻസ് ദ ഹൈറാർക്കി. ദ സിഗ്നൽ എന്ന് പറയുന്ന കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിഫൈനിങ് ദ ഹൈറാർക്കി ഓഫ് ഇലക്ട്രിക്കൽ സിഗ്നലിംഗ് ലെവൽസ്. It is known as synchronous transport signals. This STS has many levels. It is ranging from 1 to 192. Each of these levels will be having a specified data rate, specified speed and so on. Okay, so this is the table. ഇപ്പോൾ STSൻ്റെ ഓരോ ലെവലാണ് പറഞ്ഞിരിക്കുന്നത്, 1 etc. up to 192, ranging from 1 to 192. ഓക്കെ, അതിൻ്റെ ഓരോ കാര്യങ്ങളാണ് പറയുന്നത്. ഇതിൻ്റെ ഡാറ്റ റേറ്റ് എത്രയാണ് പറയുന്നത്? STS 1ന് 51,840. അപ്പോൾ STS 1 സ്റ്റാൻഡേർഡിലുള്ള കേബിളിന് ക്യാൻ ട്രാൻസ്മിറ്റ് ഓൺലി അപ് ടു 51,840. ഓക്കെ, അതുപോലെ STS 3യിൽ എത്ര, അങ്ങനെ ഓരോന്നിനും ഓരോ സ്റ്റാൻഡേർഡ് ഡിഫൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് ദ സ്റ്റാൻഡേർഡ് ഫോർ STS. ഇനി ദ കറസ്പോണ്ടിങ് ഒപ്റ്റിക്കൽ സിഗ്നൽസ് ആർ കോൾഡ് ഒപ്റ്റിക്കൽ കാരിയർ. ഓക്കെ, ഇത് STS എന്ന് പറയുന്നത് ഈസ് എ ഇലക്ട്രിക്കൽ സിഗ്നലാണ്. ഇതിനെ നമ്മൾ കറസ്പോണ്ടിങ് ഒരു ഒപ്റ്റിക്കൽ സിഗ്നലാക്കി മാറ്റും. ആ സിഗ്നലിലാണ് നമ്മൾ കേബിളിൽ കൂടെ കടത്തി വിടുന്നത്. അങ്ങനെയുള്ള ഒപ്റ്റിക്കൽ സിഗ്നലിൻ്റെ സ്റ്റാൻഡേർഡാണ് OC എന്ന് പറയുന്നത്, ഒപ്റ്റിക്കൽ കാരിയർ. ഓക്കെ, അപ്പോൾ ഓരോ ഒപ്റ്റിക്കൽ കാരിയറിൻ്റെ ലെവൽസാണ് പറഞ്ഞിരിക്കുന്നത്. OC1, OC3 അപ് ടു OC 192. ഓക്കെ, so STS synchronous transport signal, it is the hierarchy of electrical signal levels. Okay, it is nothing but the hierarchy of electrical signal levels.
Each level has been given a specified data rate, okay, megabits data rate and other configurations. ഓക്കെ, ഇതാണ് ഒരു സിഗ്നൽസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? ഈ എസ് ടി എം വേണ്ട, നമുക്ക് പഠിക്കാനില്ലാത്തതാണ്. എസ് ടി എമ്മിനെ കുറിച്ച് നോക്കണ്ട, നമുക്ക് ഈ കാര്യങ്ങളാണ്. ഓക്കെ, എസ് ടി എസ്, ഒ സി ആൻഡ് ദ കറസ്പോണ്ടിങ് ഡാറ്റ റേറ്റ്. Clear? This is one of the signal. So STS is what type of signal? STS is electrical signal. OC, optical carrier. OC is the optical signal. Okay, അതിൻ്റെ സ്റ്റാൻഡേർഡ്സ് ഈ ടേബിളിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ആർക്കിടെക്ചർ ഈസ് സോണിക് ഡിവൈസ് അല്ലേ? ഡിവൈസസ്. നെക്സ്റ്റ് ആർക്കിടെക്ചർ ഈസ് ഡിവൈസസ്. The Sonet devices. Sonet devices is classified into 4. Okay. Actually there are basically 3 basic components: STS multiplexer, demultiplexer, regenerators and add drop multiplexer. Okay, ഇവിടെ ഒരു വേർഡും കൂടെ ഉണ്ട്, മാഞ്ഞു പോയതാണ്. add drop multiplexer. Okay, then terminals. These first 3 are the main components, main devices in the Sonet. Okay, so this is the architecture of a Sonet. Clear? അപ്പോൾ ഇതിൽ എന്താ പറയുന്നത്? ഇതിൽ ഫസ്റ്റ് നമുക്ക് നോക്കാം. ഇതിൽ നമുക്ക് ആദ്യം പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് ടി എസ് മൾട്ടിപ്ലെക്സറാണ്. സോ ദിസ് എസ് ടി എസ് മൾട്ടിപ്ലെക്സർ ഈസ് carrying, STS multiplexer takes the input from different sources. This is actually a multiplexer. What do you mean by multiplexer? Multiplexer means it accepts many inputs and generate one output. So a STS multiplexer will take electrical signal from different inputs. These electrical signals are coming from terminals. Okay, so it takes different terminal inputs, electrical terminal inputs, and convert it to a optical signal. Okay, this optical signal ആക്കി മാറ്റും. Clear? Then what it performs? The converted optical signal is passed through 2 levels of regenerators. So regenerators are nothing but they are repeaters. Repeaters means the signal while transmitting through a transmission medium, they can have loss in the signal, or the power in the signal will be lost when the signal travels through a particular distance. As the distance increases, the power of the signal will be lost. In order to regenerate that power, we will be using these regenerators. They are nothing but repeaters. They are also called repeaters. Okay, so 2 level of repeaters are repeating is regeneration is done here to reactivate the signal. Okay, or to generate the power in the signal. Okay, അപ്പോൾ എന്തിനാണ് ഈ റീജനറേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ പറയേണ്ടതെന്ന് പറഞ്ഞാൽ, when the signal travels through the medium, the power of the signal will be deteriorated. In order to regenerate the power, we will be using the components called repeaters or regenerators. Okay, അങ്ങനെ റീജനറേറ്റ് ചെയ്ത സിഗ്നൽ ഇവിടെ എത്തി. ഓക്കെ, അപ്പോൾ ആ സമയത്ത് നമുക്ക് വേറെ അഡീഷണലായിട്ട് വിൽ ബി ഹാവിങ് optical or electrical signal from some other sources. Okay, in between there will be other sources നിന്ന് നമുക്ക് പവർ എന്താണ് സിഗ്നൽസ് വരാൻ സാധ്യതയുണ്ട്. അതിനെ അക്സെപ്റ്റ് ചെയ്യാനാണ് നമുക്കിവിടെ ഒരു ആഡ് ഡ്രോപ്പ് മൾട്ടിപ്ലെക്സർ എന്ന് പറയുന്നത്, ADM. So this add drop multiplexer is capable of collecting electrical signal from external sources, and also if we want any unwanted signal we can remove it. Okay, അതിനാണ് ഈ ഡ്രോപ്പ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ആഡ് ഡ്രോപ്പ്. ഓക്കെ, സോ ആഡ് ഡ്രോപ്പ് മൾട്ടിപ്ലെക്സർ എന്ന് പറയുന്നത്, നമ്മൾ ഓൾറെഡി സിഗ്നൽ ടെർമിനൽ ഇവിടെ നിന്ന് സിഗ്നൽസ് വന്നു, റീജനറേറ്റ് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ നമുക്ക് അഡീഷണലായിട്ട് ചിലപ്പോൾ സിഗ്നൽസ് ഇൻ ബിറ്റ്വീൻ നമുക്ക് കൊടുക്കേണ്ടി വരും. അത് കൊടുക്കാനാണ് നമ്മൾ ഈ ADM ഉപയോഗിക്കുന്നത്. Okay, if we want to add any electrical signals from external sources, okay, we can add it through ADM. Okay, and also if we want any additional signal to be eliminated, we can use this dropping. Okay, അത് നമുക്ക് ഡ്രോപ്പ് ചെയ്ത് കളയാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഇപ്പോൾ കയറിയ ഇലക്ട്രിക്കൽ സിഗ്നലും ഈ റീജനറേറ്റഡ് സിഗ്നലും കൂടെ വി ഹാവ് ടു റീഓർഗനൈസ് ഇറ്റ്. അത് വീണ്ടും ഇലക്ട്രിക്കൽ സിഗ്നലാണ് ഇവിടെ വരുന്നത്, ഇവിടെ ഒപ്റ്റിക്കൽ സിഗ്നലായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യണം? വി ഹാവ് ടു റീഓർഗനൈസ് ഇറ്റ്. ഓക്കെ, ഇപ്പോൾ വീണ്ടും റീഓർഗനൈസ് ചെയ്യാൻ വാട്ട് വി ഡു ഇറ്റ് ഈസ് അഗെയിൻ പാസ് ത്രൂ the next level of regenerators. So this regenerator
will reorganize the newly received signal plus the optical signal that came from the second level of regenerator. Okay, ഇതെല്ലാം കൂടെ റീഓർഗനൈസ് ചെയ്ത് the optical signal will be transmitted. Okay, at the receiving end we are having a STS demultiplexer. Demultiplexer function എന്താണ്? Demultiplexer will convert this optical signal to the corresponding electrical signal and give to the terminals, output terminals. Clear? So this is what happening in the Sonet devices. Okay, അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽ ഒപ്റ്റിക്കൽ ഫൈബറിൽ കൂടെ നമ്മൾ കടത്തിവിടുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന സ്റ്റാൻഡേർഡ്സ് സോണറ്റിൽ പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ? സോ ദിസ് ഈസ് ദ സെക്കൻഡ് ആർക്കിടെക്ചർ, നമ്മുടെ ഡിവൈസസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് കണക്ഷൻ. ലാസ്റ്റ് വൺ ഈസ് കണക്ഷൻ. വാട്ട് ഈസ് കണക്ഷൻ? കണക്ഷൻ നമുക്ക് ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു 3 sections, 3 parts: sections, lines and path. Okay, this can be explained only with the help of this figure. Okay, what is the purpose of sections? നമ്മൾ ആ ഫിഗറിൽ നിങ്ങൾ സെക്ഷൻ കാണുന്നുണ്ടല്ലോ, ദിസ് ഈസ് കോൾഡ് സെക്ഷൻ. ഓക്കെ, അപ്പോൾ സെക്ഷൻ ഇറ്റ് ഈസ് ആൻ ഒപ്റ്റിക്കൽ ലിങ്ക് കണക്റ്റിംഗ് ദ അഡ്ജസൻറ്റ് ഡിവൈസസ് ഓർ നെയ്ബറിംഗ് ഡിവൈസസ്. ഇപ്പം നെയ്ബറിംഗ് ഡിവൈസസുകൾ തമ്മിൽ കണക്ട് ചെയ്യാനാണ് നമ്മൾ സെക്ഷൻസ് ഉപയോഗിക്കുന്നത്. So this section will be used to connect this STS multiplexer with this regenerator. This section will be used to connect these two. This section will be used to connect the regenerator and the ADM. Okay, and so on. Next, lines. Okay, so lines are used to connect. Is a network that is used to connect two multiplexers. രണ്ട് മൾട്ടിപ്ലക്സേഴ്സ് തമ്മിൽ കണക്ട് ചെയ്യുന്നത് ത്രൂ ലൈൻസ് ആണ്. Okay, it is a portion of the network that is used to connect two multiplexer. Here STS mux and ADM, add drop multiplexer. Okay, അത് ഒരു ലൈനാണ്. അടുത്ത ലൈൻ ഫ്രം ADM ടു STS demultiplexer. ഓക്കെ, ഇത് ഒരു ലൈൻ. അങ്ങനെ 2 ലൈൻ കണക്ഷനാണ് ഇവിടെ വരുന്നത്. ക്ലിയർ? മൂന്നാമത്തത് ഇസ് പാത്ത്. പാത്ത് ഈസ് ദ എൻഡ് ടു എൻഡ് കണക്ഷൻ ബിറ്റ്വീൻ ദ സോണറ്റ് ഡിവൈസ്. ഓക്കെ, സോണറ്റിൻ്റെ ഇൻപുട്ടിൽ നിന്ന് ഔട്ട്പുട്ടിലേക്ക് ഒരു കണക്ഷൻ പോകുന്നതിനാണ് STS പാത്ത് എന്ന് പറയുന്നത്. ഓക്കെ, സോ പാത്ത് ഈസ് ദ എൻഡ് ടു എൻഡ് പോർഷൻ ഓഫ് ദ നെറ്റ്വർക്ക് ബിറ്റ്വീൻ ദ STS മൾട്ടിപ്ലക്സേഴ്സ്. ഓക്കെ, അപ്പോൾ ഈ മൾട്ടിപ്ലക്സറിൽ നിന്ന് ഈ മൾട്ടിപ്ലക്സർ വരെയുള്ള കണക്ഷൻ എൻഡ് ടു എൻഡ് കണക്ഷനാണ് പാത്ത് കൊണ്ട് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ സോണറ്റ് എന്ന് പറയുന്ന ഡിവൈസിൽ പറയുന്നത്. സോണറ്റിൻ്റെ ആർക്കിടെക്ചർ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ യു ഹാവ് ടു എക്സ്പ്ലെയിൻ these 3 things. What all things? Signal, devices and connections. ഓക്കെ, ഈ 3 കാര്യങ്ങൾ പറയാം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് സെക്ഷൻ ഈസ് ആൻ ഒപ്റ്റിക്കൽ ലിങ്ക് കണക്റ്റിംഗ് ടു നെയ്ബറിംഗ് ഡിവൈസസ്. ഓക്കെ, അത് ഏതൊക്കെ ഡിവൈസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ലൈൻ ഈസ് എ പോർഷൻ ഓഫ് ദ നെറ്റ്വർക്ക് ബിറ്റ്വീൻ 2 മൾട്ടിപ്ലക്സർ. അടുത്തുള്ള 2 മൾട്ടിപ്ലക്സേഴ്സ് തമ്മിൽ STS മൾട്ടിപ്ലക്സർ ടു ആഡ് ഡ്രോപ്പ് മൾട്ടിപ്ലക്സർ, add drop multiplexer to STS multiplexer. Next, path is a end to end portion of network between 2 STS multiplexer. STS multiplexers തമ്മിലുള്ള കണക്ഷൻ കണക്ട് ചെയ്യുന്നത് പാത്ത് കൂടെയാണ്. ഓക്കെ, ദിസ് ഈസ് നോൺ. ഇപ്പോൾ ഇതാണ് സോണറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സിങ്ക്രണസ് ഒപ്റ്റിക്കൽ നെറ്റ്വർക്ക്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. സോണറ്റിനെ കുറിച്ച് എപ്പോഴും ചോദിക്കുന്നതാണ്. ഇതിൻ്റെ ആർക്കിടെക്ചർ എപ്പോഴും വരുന്നതാണ്. ഓക്കെ, നല്ലപോലെ പഠിക്കാം. താങ്ക് യു.